ഇന്നത്തെ വീഡിയോ ഞങ്ങളെ യൂണിവേഴ്സിറ്റിയിലെ ചൈനീസ് ഫെസ്റ്റിവൽ ആയിട്ടുള്ള മിഡ് ഓട്ടം ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ട് എല്ലാ ഇയറും യൂണിവേഴ്സിറ്റി ഒരു ഫൺ ഫെസ്റ്റിവൽ അറേഞ്ച് ചെയ്യലുണ്ട്. അപ്പോൾ അതിന്റെ ഓർഗനൈസിങ്ങും അതുപോലെ അതിന്റെ കണ്ടക്ടിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റുഡന്റ് യൂണിയന് ചെയ്യാറ്. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് സ്റ്റുഡന്റ് യൂണിയന്റെ ഭാഗമായിട്ട് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഇന്നല്ല കേട്ടോ, ഈ വീഡിയോ ഷൂട്ട് ചെയ്യണത് സെപ്റ്റംബർ ലാസ്റ്റ് വീക്കാണ്. ഞാൻ സ്റ്റുഡൻറ്റ് യൂണിയനിൽ പബ്ലിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ പ്രാവശ്യവും എനിക്ക് ഫോട്ടോഗ്രാഫി തന്നെയാണ് ഡ്യൂട്ടി ഉണ്ടാവാറ്. മിഡ് ഓട്ടം ഫെസ്റ്റിവലിന് ഞങ്ങൾക്ക് ഇവിടെ നാഷണൽ ഹോളിഡേയും മിഡ് ഓട്ടം ഫെസ്റ്റിവലും കമ്പൈൻ ചെയ്തിട്ട് ഒരു 8 ഡേയ്സോളം ഹോളിഡേയ്സ് ഉണ്ടാവാറുണ്ട്. ചൈനയിൽ ഞങ്ങൾക്ക് ഇവിടെ സമ്മർ വെക്കേഷനും വിൻ്റർ വെക്കേഷനും അല്ലാണ്ട് ഇങ്ങനെ നാഷണൽ ഹോളിഡേ, മിഡ് ഓട്ടം ഫെസ്റ്റിവൽ, സ്പ്രിംഗ് ഫെസ്റ്റിവൽ, അങ്ങനെ ചൈനീസ് പീപ്പിൾസിന്റെ ഫെസ്റ്റിവൽസിനാണ് ഞങ്ങൾക്ക് ലീവ് കിട്ടാറുള്ളത്. ഒക്ടോബർ 1 മുതൽ ഒക്ടോബർ 8 വരെയാണ് ഇവിടെ നാഷണൽ ഹോളിഡേയും മിഡ് ഓട്ടം ഫെസ്റ്റിവലും നടക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ആ ടൈമിലൊക്കെ യൂണിവേഴ്സിറ്റി ആണെങ്കിലും ഇങ്ങനത്തെ മാർക്കറ്റുകളാണെങ്കിലും ഒക്കെ ലീവായിരിക്കും. മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ബാക്ക് സ്ട്രീറ്റിലേക്കാണ് പോയത്, കുറച്ച് ഫുഡൊക്കെ പർച്ചേസ് ചെയ്തിട്ട് പോകാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ഇവിടെ ചൈനയിലെ യൂണിവേഴ്സിറ്റിയിൽ വന്നതിന് ശേഷം തന്നെ ഇവിടെ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഞാനിവിടെ വന്നിട്ട് 2 വർഷമായിട്ടുള്ളൂ. എന്നിട്ട് തന്നെ നല്ല ചേഞ്ചസ് ആണ് ഞങ്ങളെ യൂണിവേഴ്സിറ്റിയിലും അതുപോലെ ചുറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോസ് ഒക്കെ യൂട്യൂബിലേക്ക് ഒരു കണ്ടന്റ് ആയിട്ട് ഇടുന്നതിന് പകരം ഞാൻ എല്ലാം ഷൂട്ട് ചെയ്യണത് ജസ്റ്റ് ഒരു മെമ്മറിക്കും കൂടി വേണ്ടിയിട്ടാണ്. കാരണം ഇനിയൊരു 4 ഇയേഴ്സും കൂടി കഴിയുമ്പോഴത്തേന് ഇവിടെ എന്തൊക്കെ ചേഞ്ചസ് വരികയെന്നും കൂടി അറിയില്ല. പിന്നെ യൂണിവേഴ്സിറ്റിയിൽ വന്നപ്പോൾ കണ്ടൊരു വിഷ്വലാട്ടോ ഇത്. യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ ന്യൂ സ്റ്റുഡൻസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് എന്തോ പ്രോഗ്രാമാണ് കേട്ടോ അവിടെ കണ്ടത്. ആഫ്റ്റർ ദാറ്റ് ഞാനും സിസ്റ്ററും കൂടി ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോയി പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട്. ഈ കാണുന്ന സൂപ്പർ മാർക്കറ്റ് ഞങ്ങൾ യൂണിവേഴ്സിറ്റിന്റെ അടുത്താണ്. അപ്പോൾ ഞങ്ങൾ ഇവിടേക്കാട്ടോ പർച്ചേസിങ്ങിന് വരാറ്. പിന്നെ അവിടുന്ന് പുറത്തിറങ്ങിയതിന് ശേഷം ഇങ്ങനെ പാഷൻ ഫ്രൂട്ട് റോഡ് സൈഡിൽ സെല് ചെയ്യണത് കണ്ടിരുന്നു. യൂണിവേഴ്സിറ്റിയിലെ ഫ്രൂട്ട്സ് ഒക്കെ നമുക്ക് കട്ട് ഫ്രൂട്ട്സ് ആയിട്ട് കിട്ടുമെങ്കിലും ഇങ്ങനെ സീസണൽ ഫ്രൂട്ട്സ് ഒക്കെ ഇവിടെ ഇങ്ങനെ റോഡ് സൈഡിൽ സെല് ചെയ്യാറുണ്ട്. അതിനുശേഷം ഞങ്ങളൊരു കൺവീനിയൻസ് സ്റ്റോറിൽ പോയിരുന്നു. ഇവിടുന്നാണ് ഞങ്ങൾ ഇങ്ങനത്തെ സ്നാക്സ് ഒക്കെ വാങ്ങാറുള്ളത്. ഇവിടെ വരുമ്പോൾ എനിക്ക് കൂടുതലും കാണുന്നത് ഇഷ്ടം ഇങ്ങനെ കുട്ടികൾ ഈ ഷോപ്പിംഗ് കാർട്ടും കൊണ്ട് പിടിച്ച് നടക്കണതാണ്. കുട്ടികളെ സൈസിനാണ് ഷോപ്പിംഗ് കാർട്ടൊക്കെ ഉള്ളത്. പിന്നെ നമ്മൾ അവിടുന്ന് പേയ്മെന്റ് ഒക്കെ ചെയ്തിട്ട് ഇറങ്ങി. ഈ പേയ്മെന്റ് ചെയ്യുന്നത് നമ്മളെ കൈ ഇങ്ങനെ സ്കാൻ ചെയ്തിട്ടാണ്. അത് നമ്മൾ മുന്നേ രജിസ്റ്റർ ചെയ്യണം നമ്മളെ കൈയൊക്കെ വെച്ചിട്ട്, എന്നാലും നമുക്ക് അങ്ങനെ പേയ്മെന്റ് ചെയ്യാൻ പറ്റുക. ഈ ഒരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് നെക്സ്റ്റ് ഡേ ആണ്, അതായത് സാറ്റർഡേ ആണ് ഷൂട്ട് ചെയ്യുന്നത്. ഈ കാണുന്നത് ഞങ്ങളെ ഹോസ്റ്റലിന്റെ ബാക്കിൽ ഉള്ള അപ്പാർട്ട്മെന്റ്സ് ഒക്കെയാണ് കേട്ടോ. ഈ ഒരു റോഡ് ഞങ്ങളെ യൂണിവേഴ്സിറ്റിക്ക് പോണ ഒരു റോഡാണ്. ആ കാണുന്ന ബിൽഡിങ്സ് ഒക്കെയാണ് ഇവിടുത്തെ ഹോസ്റ്റല്. സാറ്റർഡേ ഒരു ഈവനിങ് ഒക്കെയാണ് ഞാൻ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് കുറച്ച് വർക്ക് ചെയ്ത് തീർക്കാണ്ടായിരുന്നു. യൂണിവേഴ്സിറ്റിന്റെ ഭാഗമായിട്ട് ഒരു പ്രൊജക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ലൈബ്രറിക്ക് പോകുന്നതാണ്. ഇത് യൂണിവേഴ്സിറ്റിന്റെ ഒഫീഷ്യൽ ലൈബ്രറി ഒന്നല്ല, സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഡോമിന്റെ താഴെ ഇങ്ങനെ സ്റ്റഡി റൂമുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ വന്നിരുന്നിട്ടാണ് ഞാൻ ഇന്ന് വർക്ക് ചെയ്തത്. പിന്നെ നൈറ്റ് ഞങ്ങൾ യൂണിവേഴ്സിറ്റിന്റെ അടുത്ത് തന്നെയുള്ള ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലാണ് ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് കുറച്ച് ഫുഡൊക്കെ ട്രൈ ചെയ്തു. എപ്പോഴും ട്രൈ ചെയ്യണതല്ലാണ്ട് ഇന്ന് കുറച്ച് വെറൈറ്റി ഒക്കെ ട്രൈ ചെയ്തു. ഞങ്ങൾ ഫ്രണ്ട്സ് ഒക്കെ കൂടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് വരുന്ന പ്ലേസ് ആട്ടോ ഇത്. ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് പറഞ്ഞാൽ കുറച്ചും കൂടി നോർത്ത് ഇന്ത്യൻ ഫുഡ്സ് ആണ് ഇവിടെ കൂടുതലും പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഒരു തമാശ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ ഷോപ്പിന്റെ പേര് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ആണെങ്കിലും ഇതിന്റെ ഓണേഴ്സ് പാകിസ്ഥാനികളാണ്. അവിടുന്ന് ഫുഡ് കഴിച്ച് ഇറങ്ങിയതിന് ശേഷം ആ ഹോട്ടലിന്റെ അടുത്ത് തന്നെ വേറൊരു യൂണിവേഴ്സിറ്റി ഉണ്ട്. അപ്പോൾ അവിടെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു. ആ യൂണിവേഴ്സിറ്റിയിലെ ഒരു ട്രഡീഷണൽ ചൈനീസ് തീമിലൊക്കെ ഉള്ള റൂഫ് പോലെയുള്ള ഒരു കോഫി ഷോപ്പ് ഉണ്ട് കേട്ടോ. അത് കാണാൻ നല്ല ഭംഗിയാണ്. അതിന്റെ നൈറ്റ് വ്യൂ നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ ആ യൂണിവേഴ്സിറ്റിയിലേക്കാണ് ഞങ്ങളിന്ന് പോണത്. ഈ യൂണിവേഴ്സിറ്റിക്ക് ഞങ്ങൾ ഇത് ഫസ്റ്റ് ടൈം ഒന്നല്ല, ഞങ്ങൾ ഇതിന് മുന്നേയും ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വരാറുള്ള ഒരു പ്ലേസ് തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇന്ന് ആ യൂണിവേഴ്സിറ്റിന്റെ കോഫി ഷോപ്പിലേക്ക് പോവാണ്ട് ഈ യൂണിവേഴ്സിറ്റിയിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് പോയത്. അപ്പോൾ ഈ ഒരു കോഫി ഷോപ്പ് അതിന്റെ അടുത്ത് പോയി കാണുമ്പോഴാട്ടോ ഇതിലേറെ ഭംഗി കാണാൻ. ഈ ഒരു കോഫി ഷോപ്പ് ഒരു ചൈനീസ് ടെമ്പിളിന്റെ സ്ട്രക്ചറിലാട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അതും ആ ലേക്കിന്റെ സെന്ററിലാണ് ആ ഒരു കോഫി ഷോപ്പ് ഉള്ളത്. പിന്നെ ഞങ്ങൾ ആ യൂണിവേഴ്സിറ്റിന്റെ ലൈബ്രറി കാണാൻ വേണ്ടി പോയി. ഇതും കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് അതിന്റെ ഉള്ളിൽ കയറാൻ പറ്റിയില്ല. അന്ന് നല്ല ലേറ്റ് ആയിട്ടാണ് ഞങ്ങൾ അവിടെ പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റിന്റെ ലൈബ്രറി ഒക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് എല്ലാ യൂണിവേഴ്സിറ്റിയിലല്ലെങ്കിലും ചില യൂണിവേഴ്സിറ്റിയിലൊക്കെ ഇതുപോലെ നമുക്ക് അവരുടെ ലൈബ്രറി ആണെങ്കിലും കോഫി ഷോപ്പ് ഒക്കെ ആക്സസ് ചെയ്യാൻ പറ്റും. ചില യൂണിവേഴ്സിറ്റിയിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫേസ് സ്കാൻ ഇല്ലാണ്ട് അവിടേക്ക് കയറാനും പറ്റില്ല. ഞങ്ങളെ യൂണിവേഴ്സിറ്റിന്റെ അടുത്ത് ഇപ്പൊ ഒരു മോള് വന്നിട്ടുണ്ട്. അതിന് മുന്നിൽ ഇപ്പോൾ ഫുഡ് സ്ട്രീറ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ മോളാണ് ഈ കാണുന്നത്. പിന്നെ അതിനുശേഷം ഞങ്ങൾ വേറൊരു കൺവീനിയൻസ് സ്റ്റോറിലും കൂടെ പോയിട്ടുണ്ടായിരുന്നു. ഈ ഒരു കൺവീനിയൻസ് സ്റ്റോറൊന്നും ഞങ്ങൾ അധികം പർച്ചേസ് ചെയ്യാറുണ്ട്. ഈ ഒരു കൺവീനിയൻസ് സ്റ്റോറും ഞാൻ നേരത്തെ കാണിച്ച കൺവീനിയൻസ് സ്റ്റോറും ആണ് ചൈനയിൽ കൂടുതലും പോപ്പുലർ ആയിട്ടുള്ളത്. അതോ ഇനി ഞങ്ങളെ പ്ലേസിലാണോ എന്നും അറിയില്ല. ഇവിടെ അത്യാവശ്യം എല്ലാ ബ്രാൻഡിന്റെയും സ്നാക്സ് ഒക്കെ അവൈലബിൾ ആണ്. ഇന്റർനാഷണലി അവൈലബിൾ ആയിട്ടുള്ള ചോക്ലേറ്റ്സും ബിസ്ക്കറ്റ്സും ഒക്കെ ഇവിടെ ഉണ്ട്.
പക്ഷെ അതൊക്കെ ഇവരുടെ നെയിംസിലാണ് കേട്ടോ ഇവർ സെല്ല് ചെയ്യുക. എല്ലായിടത്തും എല്ലാ കൺട്രിയിലും അവരുടേതായിട്ടുള്ള ഫ്ലേവേഴ്സ് ഒക്കെ കൊണ്ടുവരുമെങ്കിലും ചൈനയിൽ അവർ ഫ്ലേവേഴ്സിൽ മാത്രമല്ല മാറ്റങ്ങൾ വരുത്തുന്നത്, അവർ നെയിംസും കൂടി ചേഞ്ച് ചെയ്യലുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മുടെ നാട്ടിൽ ഗാലക്സി ഉള്ളത് ഇവിടെ ഡോവ് എന്നുള്ള നെയിമിലാണ് വരുന്നത്. അത് ഡ്യൂപ്ലിക്കേറ്റ് അല്ല, ഒറിജിനൽ തന്നെയാണ്. ഇവിടെ അത് ഡോവ് എന്നുള്ള നെയിമിലാണ് സെല്ല് ചെയ്യുന്നത് എന്ന് മാത്രം. പിന്നെ എല്ലായിടത്തും ഫേമസ് ആയിട്ടുള്ള ബുൾഡാഗിന്റെ നൂഡിൽസ്, ഇന്തോമിന്റെ നൂഡിൽസ് അങ്ങനെ എല്ലാം ഈ സ്റ്റോറിൽ അവൈലബിൾ ആണ്. പിന്നെ എല്ലാവരുടെയും നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ബബിൾക്കൊക്കെ ഉണ്ട് ഇവിടെ. നേരത്തെ കൺവീനിയൻസ് സ്റ്റോർ പോലെ തന്നെ ഇവിടെയും കണ്ടില്ലേ കുട്ടികളുടെ സൈസിലാണ് കാർട്ടൊക്കെ. അതുകൊണ്ട് കുട്ടികൾക്ക് ഭയങ്കര ഈസി ആയിട്ട് ഷോപ്പ് ചെയ്യാൻ പറ്റും. ഇപ്രാവശ്യം അവിടെ പർച്ചേസിങ്ങിന് പോയപ്പോൾ കുറേ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഐറ്റംസ് കണ്ടു. പേര് അതൊന്നും അല്ലെങ്കിൽ പോലും പിക്ചേഴ്സ് ഒക്കെ കാണുമ്പോൾ ആ ഒരു സെയിം ഐറ്റം തന്നെയാണ് ഓർമ്മ വരുന്നത്. പിന്നെ ഇങ്ങനത്തെ ഫോൺ യൂസ് ചെയ്യാത്ത ആൾക്കാർ ആരും ഉണ്ടാവില്ല അല്ലെ. അങ്ങനത്തെ കുറച്ച് നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഐറ്റംസ് ആട്ടോ ഞാൻ അവിടെ കണ്ടത്. പിന്നെ ഞാനും സിസ്റ്ററും കൂടി മാഗ്നത്തിന്റെ ഐസ്ക്രീം ഒക്കെ വാങ്ങി ട്രൈ ചെയ്തു. ഇവിടെ നാഷണൽ ഹോളിഡേ ആയതുകൊണ്ട് തന്നെ റെഡ് ഫ്ലാഗ്സ് ഒക്കെ വെച്ചിട്ട് നല്ലോണം ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു റോഡ് സൈഡ്സ് ഒക്കെ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇവിടുത്തെ ഫൺ ഫെസ്റ്റിവലിൻ്റെ വിശേഷങ്ങളും മിഡ് ഓട്ടം ഫെസ്റ്റിവലിൻ്റെ വിശേഷങ്ങളും മിഡ് ഓട്ടം ഫെസ്റ്റിവലിന് ഞങ്ങൾക്ക് കിട്ടിയ ഗിഫ്റ്റ്സ് ഒക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ.